ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് തന്നെ എ ടു ഇസഡ് കാര്യങ്ങൾ പഠിക്കുന്ന മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ നമ്മൾ രണ്ട് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. BSE NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ എന്താണ് IPO എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് സ്റ്റോക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റോക്ക് ടൈപ്പുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സദേൺ സ്റ്റോക്ക് അക്കാഡമി. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് IPO എന്ന് നോക്കാം. അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്, NSE ആൻഡ് BSE. അവിടെയാണ് നമ്മുടെ സ്റ്റോക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അതായത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്നത്. അപ്പൊ വെറുതെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് പോയി ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിനു വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പൊ ഈ ഒരു ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ മാത്രമേ ഒരു കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി IPO വഴി ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് DRHP എന്ന ആ ഒരു ഫയല് സെബിയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡ്രാഫ്റ്റ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് എന്ന ഈ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് IPOയുമായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ അടങ്ങുന്ന DRHPയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങുന്നതെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് അവരുടെ ബിസിനസിനെ പറ്റിയിട്ട് നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ഫൈനാൻഷ്യൽസിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിൽ വരുന്ന റിസ്ക് മറ്റു കാര്യങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ഫയലാണ് DRHP അഥവാ ഡ്രാഫ്റ്റ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് എന്നത്. അപ്പൊ ഈ ഒരു ഫയലിനെ സെബി അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ആ ഒരു കമ്പനിക്ക് IPOയുമായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് IPOയിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അതേസമയം നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ തരം സ്റ്റോക്കുകളാണ് ഉണ്ടെന്നാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിൽ മെയിൻലി നമുക്ക് 4 ടൈപ്സ് ആണ് വരുന്നത്. ലാർജ് ക്യാപ് സ്റ്റോക്സ്, മിഡ് ക്യാപ് സ്റ്റോക്സ്, സ്മോൾ ക്യാപ് സ്റ്റോക്സ്, മൈക്രോ ക്യാപ് സ്റ്റോക്ക്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സ്റ്റോക്കുകളാണ്, ഇതിന്റെ അർത്ഥം എന്താണ് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് കംപ്ലീറ്റ്ലി ഈ ഒരു 4ആയിട്ട് തിരിച്ചിട്ടുള്ളത് സ്റ്റോക്കുകളെ. അപ്പൊ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? കമ്പനിയുടെ ഓവറോൾ മൂല്യത്തെ കാണിക്കുന്ന ആ ഒരു ഓവറോൾ മാർക്കറ്റിന്റെ ക്യാപിറ്റലൈസേഷനെ കാണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മാർക്കറ്റ് ക്യാപ്. അപ്പോൾ 20,000 കോടിക്ക് മുകളിൽ അവരുടെ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് വരുന്നുണ്ടെങ്കിൽ, ആ ഓവറോൾ മൂല്യം വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. അതായത് വലിയ വലിയ കമ്പനീസിനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കിൽ. അതായത് 20,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ അവരെ ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയും. അതേസമയം 5,000 മുതൽ 20,000 കോടി വരെയാണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? മിഡ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. അതായത് ഇത് ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ വലിയ വലിയ കമ്പനീസ് ആണ്, റിലയൻസ്, HDFC ബാങ്ക് പോലുള്ള വലിയ വലിയ കമ്പനീസ് ആണ്. അതേസമയം നമ്മൾ ഈ ഒരു മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ ഇതൊരു മീഡിയം ലെവൽ ഓഫ് കമ്പനീസ് ആണ് ഈ പറയുന്ന മിഡ് ക്യാപ് സ്റ്റോക്കിൽ വരുന്നത്. അവിടെ 5,000 മുതൽ 20,000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന സ്റ്റോക്കുകളാണ്, കമ്പനീസ് ആണ് ഈ പറയുന്ന മിഡ് ക്യാപ് സ്റ്റോക്കിൽ വരുന്നത്. അതേസമയം നെക്സ്റ്റ് നമ്മൾ സ്മോൾ ക്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1000 മുതൽ 5000 കോടി വരെ 1000 മുതൽ 5000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന സ്റ്റോക്കുകളെ അല്ലെങ്കിൽ കമ്പനീസിനെ നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഇത് വളരെ വലിയ കമ്പനീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റിലയൻസും HDFCയും പോലെ വലിയ വലിയ കമ്പനീസ് ആണ്. അതേസമയം നമ്മൾ ഈ ഒരു മിഡ് ക്യാപ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ ഇതൊരു മീഡിയം ലെവൽ ഓഫ് കമ്പനീസ് ആണ്. ഇനി ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ ചെറിയ കമ്പനീസ് ആണ് വരുന്നത്. ഇനി അതിലും ചെറിയ കമ്പനീസിനെയാണ് നമ്മൾ മൈക്രോ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ എന്താ പഠിച്ചത്? 1000 മുതൽ 5000 കോടി 1000 മുതൽ 5000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ സ്മോൾ ക്യാപ് സ്റ്റോക്ക് നമ്മൾ പഠിച്ചു. ഇനി ആ ഒരു 1000 ബിലോ ആണ്, അതായത് 1000 താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 1000 കോടിക്ക് താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്കിൽ അവരെ നമ്മൾ മൈക്രോ ക്യാപ് സ്റ്റോക്സ് എന്ന് വിളിക്കും, മൈക്രോ ക്യാപ് കമ്പനീസ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് 20,000 കോടിക്ക് മുകളിലാണ് അവരുടെ ഓവറോൾ വാല്യൂ വരുന്നതെങ്കിൽ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നതെങ്കിൽ അവരെ ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. അതുപോലെ തന്നെ 5,000 മുതൽ 20,000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നെങ്കിൽ അവരെ മിഡ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. ഇനി 1000 കോടി മുതൽ 5,000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന കമ്പനീസിനെ നമ്മൾ
സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്ന് പറയും. ഇനി 1000 കോടിക്കും താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ മൈക്രോ ക്യാപ്പിനാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് സ്റ്റോക്ക് ടൈപ്പ് എന്ന്? അപ്പോൾ നമുക്കിനി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് എന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻഡിസസിന്റെ ആവശ്യകതയുണ്ട്. അതായത് ഒരു സൂചികയുടെ ആവശ്യകതയുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡസസ് അല്ലെങ്കിൽ സൂചിക എന്ന് നോക്കാം. അതായത് നമുക്ക് 2 എക്സ്ചേഞ്ച് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇൻഡസസ് ആയിട്ട് വരുന്നത് സെൻസെക്സ് ആണ്. സെൻസെക്സ് ആണ് നമ്മൾ ഈ പറയുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇൻഡസസിൽ നോക്കാനായിട്ട് സാധിക്കും? BSEയുടെ സെൻസെക്സിൽ നോക്കിയാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെൻസെക്സ് എത്ര കമ്പനീസിനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇൻഡസസ് മൂവ് ചെയ്യണമെങ്കിൽ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ് വേണമല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു അണ്ടർലൈനിൽ വരുന്ന സ്റ്റോക്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയിലെ തന്നെ 30 ലാർജ് ക്യാപ് കമ്പനീസ്, ഇന്ത്യയിലെ ടോപ്പ് 30 ലാർജ് ക്യാപ് കമ്പനീസും അതുപോലെ തന്നെ പല പല സെക്ടേഴ്സ്, അതായത് നമുക്കറിയാം IT സെക്ടർ ഉണ്ട്, ബാങ്കിങ് സെക്ടർ ഉണ്ട്, ഇതുപോലുള്ള പല പല സെക്ടറിൽ നിന്ന് എടുത്തിട്ടുള്ള 30 കമ്പനീസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് BSEയുടെ സെൻസെക്സ് എന്ന ഇൻഡിസസ് മൂവ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? പല സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ ഈ ഒരു 30 സ്റ്റോക്കിൽ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ ഈ ഒരു 30 സ്റ്റോക്കുകളിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ പെർഫോമൻസ് നമ്മുടെ അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു 30 ലാർജ് കമ്പനീസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ BSEയുടെ സെൻസെക്സ് ഇൻഡിസസ് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നേരെ നമ്മൾ ഇനി NSEയിലേക്ക് കിടക്കുവാണെങ്കിൽ NSEയുടെ ഇൻഡിസസ് ആയിട്ട് വരുന്നത് നിഫ്റ്റി 50. അപ്പൊ നിങ്ങൾ ഒരുപാടടുത്ത് കേട്ടിട്ടുണ്ടായിരിക്കാം എന്താണ് സെൻസെക്സ് എന്നോ, അല്ലെങ്കിൽ ന്യൂസിലും പലയിടത്തും ഒക്കെ നിങ്ങൾ സെൻസെക്സ് എന്താണ് നിഫ്റ്റി എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്താണ് നിഫ്റ്റി എന്ന് നമുക്ക് നോക്കാം. അതായത് നിഫ്റ്റി 50 നിങ്ങൾക്ക് പേരിൽ തന്നെ കാണാനായിട്ട് സാധിക്കും, ഒരു 50. അപ്പൊ എന്താണ് ഈ ഒരു നിഫ്റ്റി 50 എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസ്, അതായത് ഇന്ത്യയിലെ ടോപ്പ് ലാർജ് ക്യാപ് കമ്പനീസ്, അതായത് നമ്മൾ വലിയ വലിയ കമ്പനീസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളും അതുപോലെ തന്നെ 13 സെക്ടേഴ്സ്, IT, ബാങ്കിങ്, ഇതുപോലുള്ള പല പല സെക്ടേഴ്സ്, അങ്ങനെ 13 സെക്ടേഴ്സിന് അകത്തുള്ള ഉള്ളിലുള്ള സ്റ്റോക്കുകളാണ് ഈ പറയുന്ന 50 കമ്പനീസ് ആയിട്ട് വരുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ പൂർണ്ണമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഏതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നിഫ്റ്റി 50 എന്ന ഈ ഒരു സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ഓവറോൾ എക്കണോമി ഇന്ത്യ നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത് അതോ മോശമായിട്ടാണോ പെർഫോം ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇന്ത്യൻ ഇപ്പോൾ സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും മുകളിലേക്കാണ് പോകുന്നതെങ്കിലോ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു 2 സൂചികയെ നമ്മൾ നോക്കുമ്പോൾ ആ 2 സൂചികകളും താഴേക്കാണ് പോകുന്നതെങ്കിലോ അതിനർത്ഥം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മുടെ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയും നെഗറ്റീവായിട്ടാണ്, മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിസസ് അഥവാ സൂചികൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച 2 ഇൻഡിസസ് ആയിട്ടുള്ള നിഫ്റ്റി 50യും അതുപോലെ തന്നെ സെൻസെക്സ് ഇൻഡെക്സും നോക്കിക്കഴിഞ്ഞാൽ ഈ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, ഇനി ഓരോ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ IT മേഖല എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് മേഖല എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന നിഫ്റ്റി 50 ട്രാക്ക് ചെയ്താലോ അല്ലെങ്കിൽ നമ്മുടെ സെൻസെക്സ് ട്രാക്ക് ചെയ്താലോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മിഡ് ക്യാപ്പ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BSEയുടെ മിഡ് ക്യാപ്പ് ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ NSEക്കും ഒരു ഇൻഡിസസ് ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ്പ്. അപ്പോൾ BSEയുടേത് BSE മിഡ് ക്യാപ്പും NSEയുടേത് നിഫ്റ്റി മിഡ് ക്യാപ്പും ആണ്. അപ്പൊ ഈ ഒരു ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഇന്ത്യയിലെ തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് BSE സ്മോൾ ക്യാപ്പ്, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡിസസ്. അതായത് ഇന്ത്യയിലെ സ്മോൾ ക്യാപ്പ് ചെറുകിട കമ്പനീസ് ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇൻഡിസസ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് BSEയുടെ സ്മോൾ ക്യാപ്പ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ NSEക്കും ഇതുപോലൊരു ഇൻഡിസസ് ഉണ്ട്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. അതായത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡിസസ് ട്രാക്ക് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ചെറിയ സ്മോൾ ക്യാപ്പ് കമ്പനീസിന്റെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ IT മേഖല എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖല അല്ലെങ്കിൽ ഫാർമ മേഖല ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യണ്ടേ, എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് BSCയുടെ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ആണ്. അതായത് നമ്മുടെ ചെറുകിട കമ്പനികളും അതുപോലെ തന്നെ ഒരു മീഡിയം ലെവൽ ഓഫ് കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ പറയുന്ന പോലെ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഇൻഡസ്ട്രീസ് ട്രാക്ക് ചെയ്താൽ തന്നെ ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മുടെ ഇപ്പോൾ ഓരോ സെക്ടർ വൈസ് ആയിട്ട്, അതായത് IT മേഖല എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് മേഖല എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് സെക്ടോറിയൽ ഇൻഡിസസ് ആണ്. അപ്പോൾ നമ്മുടെ BSCക്കും ഉണ്ട്, NSCക്കും ഉണ്ട് സെക്ടോറിയൽ ഇൻഡിസസ്. അപ്പൊ നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിഫ്റ്റി ഐ ടി ട്രാക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ IT കമ്പനീസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി IT മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി റിയൽറ്റി ഉണ്ട്. അപ്പോൾ നിഫ്റ്റി റിയൽറ്റി മൂവ് ചെയ്യുന്നത് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനീസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇൻഡിസസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ സെക്ടോറിയൽ ഇൻഡിസസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്ത്യയിലെ ഓരോ സെക്ടറും ഏത് തരത്തിലാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ IT മേഖല വളരുന്നുണ്ടോ അതോ താഴേക്കാണോ പോകുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെക്ടോറിയൽ ഇൻഡസസിലൂടെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇൻഡസസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വരുന്നത് ഓവറോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിഫ്റ്റി 50 അതുപോലെ തന്നെ സെൻസെക്സും ട്രാക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും അതുപോലെ തന്നെ BSCയുടെ മിഡ് ക്യാപ്പും BSCയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡസസ് ട്രാക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ സെക്ടർ വൈസ് നമുക്ക് ഏത് തരത്തിലാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ടോറിയൽ ഇൻഡസസ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പല ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ടൈപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസസിനെയും പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പൊ തന്നെ സദേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.